തുടർന്നുള്ള ദേശീയ അധികാരം പൊതുജനത്തിന് ചെയ്യുന്നു എന്താണ്? അല്ല, വളരെ സന്തോഷം തോന്നുന്നു. കാരണം ഒരിക്കലും നമ്മൾ ഇത്തരം സിനിമകൾ ഉണ്ടാകുമ്പോൾ ഇത്തരം ആളുകൾ വേറെ അർത്ഥത്തിലുള്ള ആളുകൾ തിരിച്ചറിയപ്പെടുക, അതിൽ കൂടുതൽ നല്ല സിനിമകൾക്കുള്ള ഒരു വഴി തുറന്നു കിട്ടുക എന്ന് പറയുന്നത് വലിയ ഒരു ഭാഗ്യം തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് കേരളത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനമായിട്ട് വന്നു കഴിഞ്ഞു. ഇപ്പോൾ 2006 വളരെ നിലവാരമുള്ള അർത്ഥത്തിലാണ്. ഇപ്പോൾ ഏറ്റവും ബുദ്ധദേവദാസ് കുറ്റാപ്പോലുള്ള ഒരാൾ ചെയർമാനാവുന്ന അർത്ഥത്തിൽ ഒരു സാധാരണ ഒരു മലയാള സിനിമ ഏറ്റവും പരിമിതിയിൽ നിന്നുകൊണ്ട് നിർമ്മിച്ചൊരു മലയാള സിനിമ. കാരണം സിനിമയുടെ എല്ലാ വശങ്ങളും ചെറിയ അർത്ഥത്തിലൂടെ ചെറിയ ബഡ്ജറ്റിലൂടെയൊക്കെയാണ് നമ്മൾ നല്ല സിനിമയ്ക്ക് വേണ്ടി പ്രയത്നിക്കുന്നത്. അത്തരമൊരു കൂട്ടായ്മയ്ക്ക് ഒരു വലിയ സംഘബോധത്തിനുള്ള അംഗീകാരമായിട്ട് ഞാൻ നിലനിൽക്കുന്നു. മലബാറിലുള്ള വളരെ പ്രശസ്തമായ കലാരൂപം, അതിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്നൊരു മിത്ത് ഇതിനെ സിനിമയിലേക്ക് ഒരു സമകാലിക പ്രാധാന്യമുള്ള സിനിമയിലേക്ക് കൊണ്ടുവരുമ്പോഴുണ്ടായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രയാസമായിരുന്നു? അല്ല, എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ മുമ്പ് തന്നെ ഈ മിത്തിനെ പഠിച്ചിട്ടുണ്ട്. കാരികുലുക്കളെ കുറിച്ചുള്ള ഒരു അന്വേഷണം ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നാടകമായി വന്നിട്ടുള്ളതാണ്. അപ്പൊ ആ നാടകത്തിലൂടെ വരുന്ന ഒരു മിത്ത്, ഇതിന്റെ ഏറ്റവും സാധാരണ അടിസ്ഥാനപരമായിട്ട് ഒരു ദളിത് വിഭാഗത്തിന്റെ ഒരു ദൈവം, ആ കാലത്ത് അയാളെ തിരിച്ചറിയപ്പെടാതെ പോവുക, വാഴുന്നവരുടെ ഭ്രാന്തും മറ്റുള്ളവരുടെ ആദ്യം മാറ്റാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുകയും പിടിച്ച് അതിൽപ്പെട്ട് സ്വന്തം രൂപം കിട്ടാതെ മറയേണ്ട വന്ന് കാട്ടിലേക്ക് മറയേണ്ട വന്ന് കുഴി പറഞ്ഞ സമ്പത്തിനെ വർത്തമാനകാലത്ത് പ്രകാശൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനോട് പ്രകൃതിയോടും സമൂഹത്തിനോടും പ്രതിബദ്ധത പുലർത്തുന്ന ഒരു നാടക കലാകാരനിലൂടെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമം. മികച്ച നടിക്കൽ അവാർഡ് കിട്ടിയതിൽ ഏറെ സന്തോഷമുണ്ടല്ലോ.